മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ? മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ? മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ദൈവം മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ? തന്നാത്മാവു നയിക്കും ഭക്തന്മാരെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിടും. തന്നാത്മാവു നയിക്കും ഭക്തന്മാരെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിടും. ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്തന്മാരിൻ നിലവിളി ഓർത്തിടും. ഓർത്തിടും ദൈവം ഓർത്തിടും തൻ ഭക്തന്മാരിൻ നിലവിളി ഓർത്തിടും. മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ദൈവം മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ? നിൻ വഴി തടഞ്ഞിടും ചെങ്കടലിനെ മോശയെപ്പോൽ ദൈവം വിഭജിക്കുമേ. നിൻ വഴി തടഞ്ഞിടും ചെങ്കടലിനെ മോശയെപ്പോൽ ദൈവം വിഭജിക്കുമേ. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തി ദൈവം ജയമേകുമേ. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തി ദൈവം ജയമേകുമേ. മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. ദൈവം മറക്കുകില്ല, ഒരിക്കലും മറക്കുകില്ല ദൈവ പൈതലേ, നിന്നെ മറക്കുകില്ല. മറക്കുമോ ദൈവം മറക്കുമോ തൻ വിളി കേട്ടിറങ്ങിയോരേ? ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കൊടുങ്കാറ്റുകൾ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. കൊടുങ്കാറ്റുകൾ ചിലതെല്ലാം നാം ചിന്തിച്ചു, ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടിച്ചു. ഒന്നാമത്തെ കൊടുങ്കാറ്റ് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും ദുരിതങ്ങളുടെയും കൊടുങ്കാറ്റ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം. രണ്ടാമത്തെ കൊടുങ്കാറ്റ് ദ ടെമ്പസ്റ്റ് ഓഫ് ഡിസീസസ്, രോഗങ്ങളുടെ കൊടുങ്കാറ്റ്, രോഗങ്ങളുടെ കൊടുങ്കാറ്റ്. ഭയങ്കരമായ രോഗമാണ് വന്നത്, കൊടുങ്കാറ്റടിച്ചു. മൂന്നാമത്തെ കൊടുങ്കാറ്റ് ടെമ്പസ്റ്റ് ഓഫ് ഡെസ്പെയർ, നിരാശയുടെ കൊടുങ്കാറ്റ്. നിരാശ വന്നു. നീതിമാനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. പക്ഷേ നിരാശ വന്നു. നിരാശയിൽ നിന്ന്
വളരെ സ്വയം ശപിച്ചുകൊണ്ടും സ്വയം പ്രായിക്കൊണ്ടും സ്വയം നിരാശയിലാണ്ടുകൊണ്ടും എന്തെല്ലാമോ ഒക്കെ പറയുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭാര്യ നിങ്ങൾ മരിച്ചു കളക എന്ന് പറഞ്ഞിട്ട് ഭാര്യ വിട്ടുപോയി. ദുർഗന്ധം സഹിക്കാൻ വയ്യല്ല, ദേഹാസകലമരണമല്ലേ. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ അടുക്കൽ നിൽക്കാൻ വയ്യ. മൂക്ക് പൊത്തിക്കൊണ്ട്, ആ വാക്ക് അങ്ങനെയാണ്, മൂക്ക് പൊത്തിക്കൊണ്ടെന്ന് പറഞ്ഞു. മൂക്ക് പൊത്തിക്കൊണ്ട് ഭാര്യ മാറിപ്പോയി. സ്വന്തം വേലക്കാർ അരികിലേക്ക് വരാൻ പോലും മടിച്ചു നിൽക്കുന്നു. അവരും ഈ ദുർഗന്ധം സഹിക്കുകയാതെ മാറി നിൽക്കുന്നു. അപ്പോൾ ഭാര്യ പറയരുതാത്തത് പറഞ്ഞെങ്കിലും പറയാവുന്നവരായിരുന്ന സ്നേഹിതന്മാർ, കൂട്ടായ്മയിലുള്ളവർ, അവർ വന്നു. അവരും നിരാശാകരമായ വാക്കുകളാണ് പറയുന്നത്. യോബിനെ കുറ്റപ്പെടുത്തുകയാണ്. അടിക്കടി ഈ കുറ്റപ്പെടുത്തലെല്ലാം വന്നപ്പോൾ യോബ് സ്വയം നീതീകരിക്കുന്നു. അതാണ് ദ ടെമ്പസ്റ്റ് ഓഫ് സെൽഫ് റൈറ്റിയസ്നെസ്, സ്വയം നീതീകരണം. ചില അവകാശവാദങ്ങൾ, ചില സ്വയം നീതീകരണങ്ങൾ, ഇതൊക്കെ നാം ചിന്തിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്വയം നീതീകരണം വന്നപ്പോൾ ദൈവം ഇടപെട്ടു. നീ പാവമില്ലാത്തതിനൊക്കെ നീ പറയുന്നുണ്ടല്ലോ, നീ എന്തറിഞ്ഞിട്ട് പറയുന്നു? നിനക്ക് എന്തറിയാം? ഈ ഭൂമിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ലിവ്യാധാനെക്കുറിച്ച് നിനക്കറിയാമോ? നദീഹയത്തെക്കുറിച്ച്, ഈ നീർക്കുതിരയെക്കുറിച്ച് നിനക്ക് അറിയാമോ? ആകാശത്തിൽ വിരിയുന്ന മകയിരം കാർത്തിക നക്ഷത്രങ്ങളെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ? ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ചുഴലിക്കാറ്റില്ല ദൈവം പറഞ്ഞത്. അങ്ങനെ ഇയ്യോബിന് ഡീപ്പ് റിപ്പൻറ്റൻസ്, ദ ടെമ്പസ്റ്റ് ഓഫ് ഡീപ്പ് റിപ്പൻറ്റൻസ്, ആഴമേറിയ അനുതാപം വന്നു. സ്തോത്രം. വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ പാവം അതായിരുന്നു. ഇയ്യോബിന് നീതിമാനായിരുന്നു, പാവം ചെയ്യുന്ന നല്ല ഉറപ്പുണ്ട്, നീതിമാനായിരുന്നു. പക്ഷേ ഒരു സ്വയം നീതീകരണം ഉണ്ടായിരുന്നു. സ്വയനീതീകരണം, ഞാൻ നല്ലവൻ, ഞാൻ നീതിമാൻ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അത് തകർന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇയ്യോബിൽ നിന്നുകൊണ്ട് വല്ലതും പ്രവർത്തിക്കാൻ പറ്റൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്നവനെ ദൈവത്തിന് സഹായിക്കാൻ പറ്റുകയില്ല. എനിക്ക് പാപമൊന്നുമില്ല, ഞാൻ ഓൾ റൈറ്റാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവൻ ദൈവത്തിന് ഒന്നും സഹായിക്കാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് സ്വയനീതിയുടെ കുപ്പായം അഴിച്ചു മാറ്റേണ്ടി വന്നു. സ്വയനീതിയുടെ ഒരു കവചം അത് മാറ്റിക്കളയേണ്ടി വന്നു. സ്വന്തം നീതിയിൽ ഒരാശ്രയം ഉണ്ടായിരുന്നു. ദൈവം ഇടപെട്ടപ്പോൾ, ഡീപ്പ് റിപ്പൻറ്റൻസ് വന്നപ്പോൾ യോബ് പറഞ്ഞു, കർത്താവേ നന്നായി നീ എന്നോട് ഇടപെട്ടത്. ഈ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്, ഈ യാതനകളും വേദനകളും വന്നത് കർത്താവേ നന്നായി, വലിയ ഉപകാരമായിപ്പോയി. ഇപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. ഞാനിപ്പോൾ എൻ്റെ കണ്ണ് തുറന്ന് എന്നെ കാണുന്നു. സ്തോത്രം. അതൊരു വലിയ അനുഭവമാണ്. ഈ ഇത്രയേറെ ദുരിതങ്ങൾ കൂടി നടത്തിയപ്പോൾ ആർക്കും തോന്നാം എങ്കിലും ഇയ്യോബിനെ ദൈവം സഹായിക്കുന്നില്ലല്ലോ. പക്ഷേ കർത്താവ് നിശബ്ദനായി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒന്നും അറിയാത്തതിനെ പോലെ നിൽക്കുകയാണ്. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ മകൻ രൂപാന്തരപ്പെടണം, ഈ മകൻ സ്വഭാവം മാറണം, എൻ്റെ മകൻ വാസ്തവത്തിൽ സ്വർഗത്തിൻ്റെ ഉന്നതമായ അധികാരത്തിലേക്ക്, അനുഭവത്തിലേക്ക് വരണം. ദൈവം കാത്തു നിൽക്കുകയാണ്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ അത് നന്മയ്ക്കായിട്ടാണ് എന്ന് നാം വിശ്വസിക്കണം. ശാസനയുടെ കൊടുങ്കാറ്റ് വരും. ദൈവം ശാസിക്കുക ചെയ്ത് ശാസനയുടെ കൊടുങ്കാറ്റ്. ദൈവം നല്ലപോലെ ശകാരിച്ചു ഇയ്യോബിനെ. 38-ാം അധ്യായം മുതൽ മുഴുവൻ ഒരു 42-ാം അധ്യായം വരെ വായിക്കുമ്പോൾ കാണാം, സർവശക്തനോട് വാദിക്കുന്ന ഇയ്യോബിനോട് ദൈവം വാദിക്കുന്നു. ദൈവം ഇയ്യോബിനോട് വളരെ ഗൗരവമായി സംസാരിക്കുന്നു. ദൈവം ശാസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആർക്ക് കേട്ടാൻ തോന്നും, എന്നാലും എൻ്റെ കർത്താവേ ഇത്രയൊക്കെ നീതിമാനായിട്ട് ജീവിച്ചിട്ട് എന്നെ ഇങ്ങനെ എന്താ ശാസിക്കുന്നത്? പക്ഷേ ആ ശാസന എന്തിനാണ്? ഈ കഷ്ടതകളും ശാസനകളും എന്തിനാണ്? ഇയ്യോബിനെ രൂപാന്തരപ്പെടുത്താനാണ്. ഇയ്യോബിനെ രൂപാന്തരപ്പെടുത്താൻ. ഈ ശാസനകൾ ഇയ്യോബിൻ്റെ ആ സ്നേഹിതന്മാരൊക്കെ അവർ വിറയിലൂടെ കേട്ടുകൊണ്ടിരുന്നു. ദൈവം സംസാരിക്കുന്ന ശാസനകൾ അവർ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്കും ചിന്തിക്കാൻ വക കിട്ടി. അങ്ങനെ ആ ഡീപ്പ് റിപ്പൻറ്റൻസ് വന്നപ്പോൾ എന്തുണ്ടായി എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. 42-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിക്കാം. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിൻ്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. സ്തോത്രം. ഈ ആഴമേറിയ പശ്ചാത്താപം വന്നു. അപ്പോൾ യോബ് പറയാണ്, കർത്താവ് ഇത്ര നാൾ ഈ കണ്ണുകാഴ്ച ഇല്ലായിരുന്നു, ഈ കഷ്ടത വന്നില്ലെങ്കിൽ എൻ്റെ കണ്ണ് തെളിയില്ലായിരുന്നു, ഈ വലിയ ദുരിതങ്ങളിൽ കൂടി കടന്നുപോയില്ലെങ്കിൽ എനിക്കൊരു സുബോധം കിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ മിണ്ടുകയില്ല. കർത്താവെ, ഞാൻ ഒരുപടിയൊക്കെ സംസാരിച്ചു പോയി, ഞാൻ നിന്നോട് വാദിച്ചു പോയി. കർത്താവ്, ഇനിയില്ല, എനിക്ക് കാര്യം മനസ്സിലായി, ഇനി ഞാൻ നിന്നോട് വാദിക്കുകയില്ല. ഞാൻ എത്ര നിസ്സാരനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കർത്താവെ, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും അനുഭവിക്കുന്നു. എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും അനുഭവിക്കുന്നു എന്ന് ഇയ്യോബ് പറഞ്ഞ് ആ സത്യമായ അനുതാപം വന്നപ്പോഴേക്കും കർത്താവിൻ്റെ മുഖം തെളിഞ്ഞു, കർത്താവിൻ്റെ ഭാവം മാറി. കർത്താവ് പിന്നെ ഇയ്യോബിനോട് എത്ര കരുണയോടെയാണ് ഇടപെടുന്നത്. ഇയ്യോബിന് പറയുന്ന മുമ്പ് തേമാനായ എലീഫസും ശൂഹനായ ബിൽദാദും നയമാത്തിനായ സോഫറും ആ സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങളാണ് പാപം ചെയ്തത്, എൻ്റെ ദാസനായ ഇയ്യോബിനെക്കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ, തെറ്റിപ്പോയി. കാരണം അവർക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ ദുരിതങ്ങൾ വരുന്നതെന്ന്, എന്താണ് ഇയ്യോബിന് ഇത് വന്നതെന്ന്. അവർക്കും വാസ്തവത്തിൽ അത് ഗ്രഹിക്കാൻ പറ്റാത്തതിൽ അവരുടെ ബോധം മറഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാണ് അവർ ഇയ്യോബിനെ കുറ്റപ്പെടുത്തിയത്. അവരുടെ മാനുഷിക ബുദ്ധി അനുസരിച്ച് തെറ്റ് പറ്റിയിട്ടായിരിക്കും ശിക്ഷ വരുന്നതെന്നൊക്കെ വിചാരിച്ചു. ഈ കണ്ട ശിക്ഷയെല്ലാം വന്നത് ഇയ്യോബിന് ലഭിക്കാവുന്ന അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണ് എന്ന് ആർക്കും മനസ്സിലായില്ല. ഭാര്യയ്ക്ക് മനസ്സിലായില്ല, വേലക്കാർക്ക് മനസ്സിലായില്ല, കൂട്ടായ്മയിലുള്ളവർക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. അനേകം കഷ്ടങ്ങൾ കൂടി തീയിൽ കൂടി പോകുന്നത് പോലെ ഉരുകുന്ന അനുഭവത്തിൽ, ഉള്ളു പൊള്ളുന്ന അനുഭവത്തിൽ യാതനയേറ്റ് പിടയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇയ്യോബിന് മനസ്സിലായില്ല. അതാണ് ഇയ്യോബ് ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഇയ്യോബ് പറയുന്നു, എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും അനുഭവിക്കുന്നു. ഡീപ്പ് റിപ്പൻറ്റൻസ്, ആഴമേറിയ അനുതാപം വന്നേ പറ്റൂ. ആഴമേറിയ അനുതാപം. കർത്താവിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിൻ്റെ ഈ സ്നേഹിതന്മാർ 3 പേരും അവർ യാഗം കഴിക്കട്ടെ. യാഗം കഴിച്ചാൽ അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കും. അത് യാഗം കഴിച്ചാലും പോരാ, ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചാലേ അവരുടെ പാപം ക്ഷമിക്കുകയുള്ളൂ. എന്ത് മനോഹരമാണത്. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്കെതിരായിട്ട് അഹരോനും മിര്യാമും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മുഖം തിരിക്കുന്നില്ല. അവർ കരയുന്നു. അവിടെ മിര്യാം കുഷ്ഠരോഗിണിയായി പാളയത്തിന് പുറത്തു പോയി താമസിക്കുന്നു. അപ്പോൾ ഈ അഹരോൻ കുറ്റവാളിയെപ്പോലെ പിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ദൈവം മോശയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്, മോശയുടെ മുഖത്തേക്ക്. ഈ മോശ വേണം ഇടനിലെന്ന് പ്രാർത്ഥിക്കാൻ. മോശ പ്രാർത്ഥിച്ചാലേ ആ രക്ഷ കിട്ടുകയുള്ളൂ. അതുപോലെ ഇവിടെ ഇയ്യോബ് പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇയ്യോബിൻ്റെ മധ്യസ്ഥത കൂടാതെ ഇനി അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതൊരു വലിയ സത്യമാണത്. കർത്താവിന് സ്തോത്രം. ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ പ്രാർത്ഥനയെ ആദരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് വായിക്കുക, 9-ാം വാക്യം. അങ്ങനെ തേമാന്യായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്തിനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. നോക്കൂ, ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്ക് അവരുടെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. യഹോവ ഇയ്യോബിൻ്റെ പ്രാർത്ഥനയെ മുഖത്തെ ആദരിച്ചു. സ്തോത്രം. ദൈവമക്കളെ, വളരെ ഗൗരവമേറിയ വാക്കാണ്. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്വർഗത്തിൽ ദൈവം ആദരിക്കുക എന്ന് പറയുന്നത് എന്താണത്? എന്താണ് അതിൻ്റെ വ്യാപ്തി? എന്താണ്? നിത്യനായ ദൈവം നമ്മെ ആദരിക്കുക. ഡീപ്പ് റിപ്പൻറ്റൻസ് വന്നപ്പോൾ ദൈവത്തിൻ്റെ ആ ഉദ്ദേശം നിറവേറി. നേരാക്കി എടുക്കാനുള്ളതായി ഇതിൻ്റെ ഉദ്യമം സഫലമായി. ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ളതായി ദൈവത്തിൻ്റെ ആ താല്പര്യവും ദൈവത്തിൻ്റെ നിർബന്ധവും അപ്പോൾ പ്രായോഗികമായി അനുഭവമായി തീർന്നു. സ്തോത്രം, ഭാഗ്യം. ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. പിന്നെ കാണുന്നത് അടുത്ത വാക്യം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. വേറൊരു പാഠം. ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചാൽ അവരുടെ കയ്പില്ല, അവരെ കുറ്റപ്പെടുത്തിയവരില്ലേ, ആ കയ്പില്ല. അവർ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായത്? യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഇയ്യോബ് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. നോക്കൂ, ദൈവത്തിൻ്റെ വഴികൾ ചിന്തിക്കണം. ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഇയ്യോബ് ആ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവർക്ക് ഗുണം കിട്ടി, അവരുടെ പാപം ക്ഷമിച്ചു കൊടുത്തു. ഇയ്യോബിനും തന്നെയും തൻ്റെ ജീവിതത്തിൽ അത്ഭുതമായ അനുഭവം ലഭിച്ചു. ദൈവം ഇയ്യോബിനെ ആദരിച്ചു. എന്നിട്ട് മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിനെ ഇരട്ടിയായി കൊടുത്തു. ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ഇരട്ടിയായിട്ട് കൊടുത്തു. എല്ലാം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ ശിക്ഷണം കിട്ടുമ്പോൾ, ജീവിതത്തിൽ ശാസനം കിട്ടുമ്പോൾ, മയമില്ലാത്ത ശാസനകൾ വരുമ്പോൾ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശരാകാതെ നിങ്ങളുടെ പാപത്തെ കണ്ടുപിടിച്ച് കൊള്ളുക. ദൈവത്തിൻ്റെ കൈയുണ്ട് എന്ന് വിശ്വസിച്ചുകൊള്ളുക. ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരിതങ്ങളിൽ കൂടി ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യാതനകളിൽ കൂടി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബജീവിതം തകരുന്നതിൽ ദൈവത്തിന് വേദനയുണ്ട്. ആ വേദനയിൽ കൂടി ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് എന്നെ വിട്ടുപോയതിൽ ദൈവത്തിന് സങ്കടമുണ്ട്. പക്ഷേ ആ സങ്കടത്തിൽ കൂടി ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകാഗിയായിപ്പോയി, ഞാൻ വിധേയായിപ്പോയി, ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് പറന്നുപോയി, സങ്കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ദുരിതങ്ങൾ എല്ലാം വരുമ്പോഴും ദൈവം എല്ലാം കാണുന്നുണ്ട്. ദൈവം എൻ്റെ ഒരു അനുതാപത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, പശ്ചാത്താപത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാവുകയില്ല. ദൈവം, ജീവനുള്ള ദൈവം, അവിടുന്ന് ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ ആഗ്രഹിക്കുന്നു. സ്ഥിതിക്ക് ഭേദം വരുത്തും, സ്ഥിതിക്ക് മാറ്റം വരുത്തും. സ്ഥിതി മാറ്റുന്നതിനായ ദൈവം. ഇന്ന് ഊരാക്കുരുക്കിൽപ്പെട്ട് വലയുന്നവരുണ്ട്, കടത്തിൽ മുങ്ങി വിഷമിക്കുന്നവരുണ്ട്. ഇന്ന് ഭാര്യയുടെ സ്വഭാവത്തിൻ്റെ അഹങ്കാരം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ കൊണ്ട് വലയുന്ന ഭാര്യമാരുണ്ട്. മക്കൾ നാനാവിധമായി പോകുന്നു എന്നുള്ളതുകൊണ്ട് അവർ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും പോകുന്നുള്ളതുകൊണ്ട് ഞരങ്ങിക്കരയുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം കാണുന്നു, ക്രിസ്തു എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യങ്ങളിൽ കൂടി കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണ്. സാത്താൻ പറഞ്ഞിട്ടാണ് യോബിന് രോഗം വന്നതും യോബിൻ്റെ സ്വത്തെല്ലാം പോയതും. പക്ഷേ ആ സാഹചര്യങ്ങളിൽ കൂടി ദൈവം നന്മയ്ക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇത് പ്രയാസങ്ങൾ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്, ഭർത്താവ് നേരത്തെ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നത്, അപ്പോൾ ധാരാളം നടക്കുന്നതൊക്കെ, ഈ ഡൈവോഴ്സ് നടന്നത്, എല്ലാം ഓർക്കുക. ഓരോന്നോരോന്ന് ചിന്തിച്ച് നോക്കിയാൽ കാണാം. എല്ലാം ഈ യാതനകളിൽ കൂടി, ദുരിതങ്ങളിൽ കൂടി ദൈവം നമ്മോട് ഇടപെടുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ്. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. സകലവും എല്ലാം നന്മയ്ക്കാക്കി ദൈവം വ്യാപരിപ്പിച്ച് തരികയാണ്, മാറ്റി തരികയാണ്, നന്മയ്ക്കാക്കി തരും. ഏതാ നന്മ? സ്വർഗരാജ്യം, നിത്യജീവൻ. ആ നിത്യജീവനിലേക്ക് ഞാൻ എടുക്കുന്നതിന് എൻ്റെ സ്വഭാവം മാറ്റി തരുന്നു. ഓരോരോ പ്രതിസന്ധികൾ കൂടെ പോകുമ്പോഴെല്ലാം സ്വഭാവം മാറ്റി തരികയാണ്. വാസ്തവത്തിൽ അത് പോസിറ്റീവായിട്ട് എടുത്താൽ, ശരിയായിട്ട് എടുത്താൽ അത് നമ്മുടെ സ്വഭാവം മാറുന്നതിന് സഹായമായി തീരും. നമുക്ക് പിന്നെ ശാസനയോ ശിക്ഷണമോ ഒന്നും നമുക്ക് വേദന തരികയില്ല. അതെല്ലാം ഉപകാരമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്കും ഭേദം വന്നു. അവർക്കോ ഗുണം കിട്ടി, ഇയ്യോബിനും ഭേദം വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് യാതനകളെയും നിങ്ങൾ വളരെ എളിമയോടെ, വളരെ ശാന്തതയോടെ നിങ്ങൾ അഭിമുഖീകരിക്കുക. താങ്ങാൻ വയ്യാത്ത യാതനകൾ വരും, താങ്ങാൻ വയ്യാത്ത ദുരിതങ്ങൾ വരും, സ്വാഭാവികമാണ്. പക്ഷേ അതിനെ നിങ്ങൾ പുഞ്ചിരിയോടെ നേരിടുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾ വെറുക്കുമ്പോൾ, അമ്മയമ്മ മരുമകളെ പീഡിപ്പിക്കുമ്പോൾ, മരുമകൾ അമ്മയമ്മയെ ഗവനിക്കാതിരിക്കുമ്പോൾ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. കൂട്ടായ്മ ആരും കണ്ടില്ല എന്ന് വരും, കുടുംബത്തിൽ ഭർത്താവ് കണ്ടില്ലെന്ന് വരും, അല്ല ദൈവമക്കളാരും കണ്ടില്ല എന്ന് വരും. പക്ഷേ കാണുന്നൊരു ദൈവമുണ്ട്. ഇത് മറക്കരുത്. കാണുന്നൊരു ദൈവമുണ്ട്. ഓരോ വാക്കും, ഓരോ ചുവടുവെപ്പും കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കണ്ണുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കണ്ണ്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഈ നിത്യരക്ഷകനായ ക്രിസ്തുവിൻ്റെ കണ്ണ് നമ്മെ കാണുന്നതായ ആ ബോധം അത് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് അനേകം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ദൈവമക്കളെയല്ല പേടിക്കേണ്ടത്. ദൈവമക്കൾ എന്ത് പേടിക്കാനാണ്? നമ്മൾ എല്ലാവരും സാധാരണക്കാർ. എനിക്കറിയാം, ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല, ഞാൻ പൂർണ്ണമായിട്ടില്ല, എനിക്കറിയാം.
എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ നാവിൽ കൂടി യഹോവയുടെ വചനം വന്നാൽ പേടിക്കണം. അത് കാര്യം ഗൗരവമാണ്. എൻ്റെ നാവിൽ കൂടി ദൈവത്തിൻ്റെ വചനമാണ് വരുന്നതെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ നാവിൽ കൂടി ദൈവത്തിൻ്റെ വചനം വരുന്നുവെങ്കിൽ അതിനെ ധിക്കരിച്ചാൽ ഭയപ്പെടണം. അത് ഗൗരവമേറിയ കാര്യമാണ്. ഭയപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ കാര്യം വിറയലോടെ കേട്ടോളണം. വചനത്തിൻ്റെ ആ ശക്തി വിറയലോടെ അനുഭവിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഇയ്യോബിൻ്റെ സ്ഥിതി മാറി. എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്താണ്. അടുത്ത വാക്യം വായിക്കാം. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ചവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവൻ ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. 10-ാം വാക്യത്തിൽ പറയുന്നത്, ഇയ്യോബിന് മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നഷ്ടങ്ങളുടെ കാലം കഴിഞ്ഞു, ലാഭത്തിൻ്റെ കാലമായി, എല്ലാം ഇരട്ടിയായി കിട്ടി. എന്നിട്ട് പറയുകയാണ്, യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള കാലം മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹം കിട്ടേണ്ട കാലമാണ്. നിങ്ങൾക്ക് ഇതിന് മുൻപുള്ള കാലത്തേക്കാൾ ഭേദമായൊരു നല്ല കാലം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുക. ഇന്ന് നിങ്ങൾ വലയുന്നവരാണ് പല കാര്യങ്ങളിലും. ഇന്ന് നിങ്ങൾ പീഡ അനുഭവിക്കുന്നവരാണ് പല കാര്യങ്ങളിലും. ഭർത്താവിന് പീഡയേറ്റ് വലയുന്ന എത്രയോ ഭാര്യമാർ, അദ്ദേഹം കുടിച്ച് ബോധമില്ലാതെ കോമാളി രൂപം കൊണ്ട് വീട്ടിൽ വന്ന് ഭാര്യയെ തല്ലുക, അതൊരു വിനോദം. ആ സാധുവിനെ തല്ലുന്നത് അവനൊരു വിനോദം. എന്തു ചെയ്യും? വിനോദം. ആ സാധു ഒന്നും ചെയ്യില്ലല്ലോ, പാവം നെല്ലിക്ക് മാത്രം ചെയ്യും. എങ്ങനെയെങ്കിലും ഒളിക്കാൻ നോക്കും, രക്ഷയില്ല. ഇതെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമാകണ്ടേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, കുടുംബങ്ങൾ സ്വർഗമാകണ്ടേ? നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനം വേണ്ടേ? ഒരുപക്ഷെ ഭർത്താവ് അങ്ങനെ ക്രൂരനായി പോയാലും നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കൂ. ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കൂ, കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്കൊരു സമാധാനം തരണേ, എൻ്റെ കുടുംബത്തിലെ കലക്കമൊന്ന് മാറ്റി തരണേ. നിങ്ങൾ വേദനയോടെ നിലവിളിക്കൂ. അപ്പൻ മക്കളുടെ കാര്യം അന്വേഷിക്കാതെ, മക്കളെക്കുറിച്ച് ഗൗരവബോധമില്ലാതെ, അപ്പൻ സ്വന്തം നീതിയിൽ സ്വന്തം ശക്തിയിൽ അപ്പൻ ലഹരി പിടിച്ചവനെ പോലെ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ അപ്പന് സുബോധം കൊടുക്കണമേ, എൻ്റെ അപ്പന് സുബോധം കൊടുത്ത് അപ്പനെ നല്ല രീതിയിലേക്ക് ആക്കി തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അപ്പൻ മരിച്ചതിന് ശേഷം അല്ല ഓടി വരേണ്ടത്, അല്ലെങ്കിൽ മരിക്കാറാകുമ്പോഴല്ല ഓടി വരേണ്ടത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പന് ബോധമുള്ള സമയത്ത് അപ്പനെ നിങ്ങൾ നിർബന്ധമായും വിളിച്ച് നിങ്ങൾ കൂട്ടായ്മയിൽ കൊണ്ടുവരികയും വചനം കേൾപ്പിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ടി വിയിലെ മെസ്സേജ് കേൾപ്പിക്കണം. അപ്പൻ സമ്മതിക്കുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് പറഞ്ഞു, അപ്പാ, ഞാനീ പറയുന്നത് അപ്പൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അപ്പനെ സ്നേഹിക്കുന്നത് അപ്പനെ അറിയാമല്ലോ, ഏറ്റവും അധികം സ്നേഹിക്കുന്നു. അപ്പാ, കടന്നു ചെല്ലുമ്പോൾ നിത്യരാജ്യത്തിൽ പോകണ്ടേ, നിത്യസ്വർഗത്തിൽ പോകണ്ടേ? അതുകൊണ്ട് അപ്പൻ വചനം കേൾക്കണം, അപ്പം മാനസാന്തരപ്പെടണം, അപ്പൻ്റെ സ്വഭാവം മാറണം, ഈ കോപമൊക്കെ മാറണം. പറയണം, ധൈര്യമായിട്ട് പറയണം. ഭർത്താവ് ഭാര്യയോട് പറയണം, നിൻ്റെ ഈ ശാഠ്യ പ്രകൃതി മാറണം. തൻ്റെ ഇടം വേണം, ഭർത്താക്കന്മാർക്ക് തൻ്റെ ഇടം വേണം. ധൈര്യമായിട്ട് പറയണം, നിൻ്റെ ഈ ശാഠ്യ പ്രകൃതി മാറ്റണം, നിൻ്റെ അഹങ്കാരം മാറ്റണം, നിൻ്റെ തന്നിഷ്ടം മാറ്റണം. പറയണം, ഭാര്യയോട് പറയണം. ഇല്ലെങ്കിൽ നീ നാശത്തിലേക്കാണ് പോകുന്നത്. പറയാൻ ഭർത്താവിന് ധൈര്യം വേണം. നീ നാശത്തിലേക്കാണ് പോകുന്നത്, നശിക്കും നീ, പിന്നെ എനിക്കൊന്നും ചെയ്യാനൊക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന് പിൻകാലം മുൻകാലത്തേക്കാൾ ദൈവം അനുഗ്രഹിച്ചു. ഒന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് പിൽക്കാലത്തേക്കാൾ ഇനിയുള്ള കാലം അനുഗ്രഹമാകണമോ? സ്തോത്രം. വേണം. നിങ്ങൾക്ക് ഇനി വരുന്ന കാലം അനുഗ്രഹത്തിൻ്റെ കാലങ്ങളാകണമോ? ആനന്ദേശ്വരം വീഴുന്ന മാസങ്ങളും ആണ്ടുകളും നിങ്ങൾക്ക് വേണമോ? സമാധാനത്തിൻ്റെ കാലങ്ങൾ നിങ്ങൾക്ക് വേണമോ? സ്വർഗം സന്തോഷിക്കുന്ന കാലങ്ങൾ നിങ്ങൾക്ക് വേണമോ? കർത്താവിന് സ്തോത്രം. സ്വർഗീയ സേനകൾ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ? കുറവുകൾ നിങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തിപ്പാടുന്ന അനുഭവം നിങ്ങൾക്ക് വേണമോ? സ്രോപ്യമാലകന്മാർ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പറന്നു നിന്ന്, 2 ചിറക് കൊണ്ട് കാലുമൂടി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവം പരിശുദ്ധൻ 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 ആരാധിക്കുന്ന ആ നിത്യനായ ദൈവത്തിൻ്റെ അരിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഇടംകോലിടരുത്. നിങ്ങളുടെ ശാഠ്യപ്രകൃതിയെ ദോഷമായി തീരും, അപകടമായി തീരും. ദുശ്ശാഠ്യങ്ങൾ, ദുസ്തർക്കങ്ങൾ, ഹീനമായ വാക്കുകൾ, ശപിക്കുന്ന വാക്കുകൾ, പരാകുന്ന വാക്കുകൾ ഒരിക്കലും വന്നു പോകരുത്. ഒരിക്കലും പാടില്ല. ജീവിതം വിശുദ്ധമാക്കിക്കൊള്ളണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ.
ഇനിയത്തെ കാലം ഇതുവരെയുള്ള കാലത്തേക്കാൾ അനുഗ്രഹമാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ എങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിനയപ്പെടുക. ഇപ്പോൾ നിങ്ങൾ വിനയപ്പെടുക. വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ കർത്താവേ, എൻ്റെ ഇനിയുള്ള കാലം ഇതുവരെയുള്ള കാലത്തേക്കാൾ അനുഗ്രഹമാക്കി തരണം. യേശുക്രിസ്തുവിനെ അറിഞ്ഞ്, യേശുക്രിസ്തുവിനെ സ്നേഹിച്ച്, യേശുക്രിസ്തുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു പുതിയ ജീവിതം എനിക്ക് നീ തരണം. കർത്താവേ, ഇന്ന് ഞാൻ ഇതാ ഒരു വ്യവസ്ഥയും കൂടാതെ അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ സമർപ്പിക്കുന്നു. എനിക്കുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ പേടിക്കുന്നു കർത്താവേ. ഒട്ടേറെ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ, ഒട്ടേറെ പാപത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ. എൻ്റെ കർത്താവേ, ജീവിതം എത്രയും ഹീനമായി പോയ കാലങ്ങൾ. എൻ്റെ കർത്താവേ, ഇപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തിരുമുമ്പാകെ വരുന്നു ഞാൻ അനുഭവിക്കുന്നു. ഇനിമേലിൽ ഞാൻ ജീവിക്കുന്ന കാലം യേശുവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ ഒരു വിശുദ്ധനായി ഞാൻ ജീവിക്കും, നിൻ്റെ ഒരു ശുദ്ധിമതിയായി ഞാൻ ജീവിക്കും. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയുക. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ വിശ്വാസികളായി തീരും. നിങ്ങളുടെ പിൽക്കാലം മുൻകാലത്തേക്കാൾ അനുഗ്രഹമായി തീരും. കാലസമ്പൂർണ്ണനായി യോബ് മരിച്ചു എന്ന് നാം വായിക്കുന്നു. കാലസമ്പൂർണ്ണനായി മരിച്ചു. കാലസമ്പൂർണ്ണനായി മരിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഏറ്റവും ശോഭനമായ നല്ല കാലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. ക്രൂസിലെ ത്യാഗവും ക്രൂസിലെ തിരക്തവും ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൊടുങ്കാറ്റിൽ പതകി ഒലിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസകാലങ്ങൾ നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി വിശദീകരിച്ച് അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.